അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 6 പ്രവർത്തനങ്ങളാണ് എക്സാമിന് വരാറുള്ളത്. ആദ്യ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം. ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. 25 മാർക്കിലാണ്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. അൽ ബയാൻ, വിവരണം. നഖ്ര ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. മോഹൻദാസ് കരൺചന്ദ് ഓന്തി സഈമുൻ ഹിന്ദിയുൻ മഷ്ഹൂറുൻ വുലിദ ബി പോർബന്ദർ ഫി 2 ഒക്ടോബർ സന 1869 മീലാദിയ. ലുക്കിബ ബി അബിൽ വത്വൻ വാലിദുഹു കരൺചന്ദ് ഓന്തി വാലിദത്തുഹു പുത്ലിബായ് തഅല്ലമ സിദ്ഖ മിൻ അബീഹി ദറസ ഫി ഇൻജൽതറ വഷ്തഅല മുഹാമിയൻ ഫി ജുനൂബി അഫ്രിക്കിയ കാന ഓന്തി റായിദ ഹറക്കത്തിൽ ഇസ്തിക്ലാലിൽ ഹിന്ദി. ألف كثيرا من الكتب منها قصة تجاربي مع الحقيقة. توفي في 30 يناير سنة 1948 ميلادية. അർത്ഥം നോക്കാം. മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി സഈമുൻ ഹിന്ദിയുൻ, ഇന്ത്യൻ നേതാവാണ്. മഷ്ഹൂറുൻ, പ്രസിദ്ധമായ ഇന്ത്യയിലെ നേതാവാണ് മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി. വുലിദ ബി പോർബന്ദർ, പോർബന്ദറിലെ ഒക്ടോബർ 2 1869 ജനിച്ചത്. ലുക്കിബ, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ബി അബിൽ വത്വൻ, രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വാലിദുഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് കരൺചന്ദ് ഓന്തി, കരൺചന്ദ് ഗാന്ധി എന്നാണ്. വാലിദത്തുഹു, ഉമ്മയുടെ പേര് പുത്ലിബായ് എന്നുമാണ്. തഅല്ലമ സിദ്ഖ മിൻ അബീഹി, അദ്ദേഹം സിദ്ഖ്, സത്യസന്ധത പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നാണ്. ദറസ ഫി ഇൻജൽതറ, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം പഠിച്ചത്. വഷ്തഅല മുഹാമിയൻ, അഡ്വക്കറ്റായിട്ട്, വക്കീലായിട്ട് അദ്ദേഹം ജോലി ചെയ്തത് ഫി ജുനൂബി അഫ്രിക്കിയ, സൗത്ത് ആഫ്രിക്കയിലാണ്. കാന ഓന്തി റായിദ ഹറക്കത്തിൽ ഇസ്തിക്ലാലിൽ ഹിന്ദ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. അല്ലഫ, അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കസീറം മിനൽ കുതുബി, ധാരാളം ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. മിൻഹ, അവയിൽ പ്രധാനപ്പെട്ടതാണ് കിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു. ജനുവരി 30 1948 മരിക്കുന്നത്. ഇനി ഇവയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അവയുടെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ആ ഉത്തരം ഈ പാരഗ്രാഫിൽ തന്നെയുള്ളതാണ്. ചോദ്യം നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്കിബ മഹാത്മാ ഓന്തി, മഹാത്മാഗാന്ധിയുടെ സ്ഥാനപ്പേര് എന്താണ്? ബി ഡാഷ്. റഈസിൽ ഹിന്ദി എന്നാണോ? ബി അബിൽ വത്വൻ എന്നാണോ? ഷാഷാജി എന്നാണോ? സ്വാഹിബ് എന്നാണോ? ആൻസർ ബി ആണ്, അബിൽ വത്വൻ, രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാ ഇസ്മു കിതാബിഹിൽ മഷ്ഹൂർ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്? അജ്നിഹത്തും മിന്നാർ ആണോ? ഷാത്തു ഫാത്തിമയാണോ? അൽ ഹിന്ദു തനാലുൽ ഹുരിയ യാണോ? കിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ? ആൻസർ ദാലാണ്, കിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐന വുലിദ മഹാത്മാ ഓന്തി, മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ്? പോർബന്ദർ, ഡൽഹി, അംരിക്കിയ, അഫ്രിക്കിയ, ഇൻജൽതറ. ആൻസർ എ ആണ്, പോർബന്ദറാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മത്താ വുലിദ ഓന്തി, ഗാന്ധിജി ജനിച്ചത് എപ്പോഴാണ്?
1947 ആണോ 1948 ആണോ 1869 ആണോ 1905 ആണോ? ആൻസർ ജീമാണ് 1869. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മാ മുഫ്രദു കെലിമത്തു കുത്തുബ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളാണ്. അവയുടെ മുഫ്രദ് ഏകവചനം ഇതിൽ ഏതാണ്? കാത്തിബുൻ എന്നാണോ, കത്തബ എന്നാണോ, കിതാബ് എന്നാണോ, കിതാബത്ത്? കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ, കത്തബ എഴുതി, കിതാബുൻ ബുക്ക്, കിതാബത്ത് എഴുത്ത്. ആൻസർ ജീമാണ്, കിതാബുൻ. ബുക്കിന്റെ ജം ആണ് കുത്തുബുൻ, പുസ്തകങ്ങൾ. രണ്ടാമത്തെ പ്രവർത്തനം കോൺവെർസേഷൻ ആണ്. ഹിവാർ, അൽ ഹിവാർ, കോൺവെർസേഷൻ. നക്ര ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനു കെമ്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. മുസമ്മിലുൻ ദാരിസുൻ ഫിസ്സൊഫിൽ ഖാമിസ്. മുസമ്മിലുൻ ദാരിസുൻ ഫിസ്സൊഫിൽ ഖാമിസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് മുസമ്മില്. അബൂഹു മുസാരി ഉൻ, അവൻ്റെ ഉപ്പ കൃഷിക്കാരനാണ്. തെജ്രി ഫി മദ്രസത്തിഹി, അവൻ്റെ സ്കൂളിൽ നടത്തുന്നു. മഅ്ദുബത്തു, ഊണം, ഓണസദ്യ നടത്തുന്നു. ജാ അബൂഹു ഹാഷിം, അവൻ്റെ ഉപ്പയായിട്ടുള്ള ഹാഷിം വന്നു. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ലി ഇഷ്തിറാക്കി ഫിൽ ഹഫ്ലത്തി, ഹഫ്ലത്ത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇഷ്തിറാക്ക് പങ്കെടുക്കലിന് വേണ്ടിയിട്ട് ഹാഷിമിൻ്റെ ഉപ്പ വന്നു. ഫലക്കിയഹു, അദ്ദേഹത്തെ കണ്ടുമുട്ടി. നാളിറുൽ മദ്രസ, HM മുസമ്മിലിന്റെ ഉപ്പയെ കണ്ടുമുട്ടി. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവർക്കിടയിൽ കോൺവെർസേഷൻ നടന്നു. കോൺവെർസേഷനിൽ വിട്ട ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. ഉപ്പയും HM കൂടിയിട്ടാണ് കോൺവെർസേഷൻ. വിട്ട ഭാഗത്ത് ചേർക്കാൻ ഏതാനും വേർഡ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൽറാവാത്തുൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, മസ്റഅത്ത് കൃഷിയിടം, ടൊമാത്തിമ് തക്കാളി, ബാമിയ വെണ്ട, ശുക്രൻ നന്ദി, അദസ് പയർ. ഈ വേർഡ്സുകൾ വിട്ട ഭാഗത്ത് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് HMനോട് രാവിലെ നമുക്കെന്ത് കൊടുക്കാം? അവിടെ അസ്സലാമു അലൈക്കും എന്ന് വാലിദ് പറഞ്ഞു. അപ്പോൾ HM വാലൈക്കും മുസ്സലാം എന്ന് റിപ്ലൈ കൊടുത്തു. മൻ അൻത, നിങ്ങൾ ആരാണ് എന്ന് HM ചോദിക്കുകയാണ്. അപ്പോൾ വാലിദ് പറയുകയാണ് അന വാലിദു ഡാഷ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആരുടെ ഉപ്പയാണ്? അന വാലിദു, ഞാൻ ഉപ്പയാണ്. മുസമ്മിൽ, അവിടെ മുസമ്മിൽ എന്ന് ചേർത്ത് കൊടുക്കുക. മുസമ്മിലിൻ്റെ ഫാദറാണ് ഞാൻ. ഇസ്മി ഹാഷിം, എൻ്റെ പേര് ഹാഷിം എന്നാണ്. നാദിറുൽ മദ്രസ, HM ചോദിക്കുകയാണ് മിൻ ഐന അൻത കാദിമുൻ. മിൻ ഐന, എവിടെ നിന്നാണ്? അൻത കാദിമുൻ, നിങ്ങൾ വരുന്നത്. അന കാദിമുൻ മിൻ, ഞാൻ വരുന്നത് ഡാഷ് എന്നാണ്. പിന്നെ അവിടെ ചേർത്ത് കൊടുക്കണം. എവിടെ നിന്നാണ്? അൽ മസ്റഅത്തി എന്ന് അവിടെ ചേർത്ത് കൊടുക്കുക. കൃഷിയിടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അന കാദിമും മിനൽ മസ്റഅത്തി. മാദാ ഫിൽ കീസി, എന്താണ് ഈ സഞ്ചിയിലുള്ളത്, കവറിലുള്ളത് എന്ന് ചോദിക്കുകയാണ്. വാലിദ്, ഉപ്പ പറയുകയാണ് ഫിൽ കീസി, ഈ കവറിലുള്ളത് ഡാഷ് ഹൽറാവാത്തുൻ എന്ന് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ആണ്. നാളിറുൽ മദ്രസ, HM വീണ്ടും ചോദിക്കുകയാണ് അയ്യോ ഹൽറാവാത്തിൻ, ഏതു തരം വെജിറ്റബിൾസ് ആണ് അതിലുള്ളത് എന്ന് ചോദിക്കുകയാണ്. അവിടെ 3 ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യ ഡാഷിൽ ടൊമാത്തിമുൻ തക്കാളി, ബാമിയ വെണ്ട, അടുത്തതിലെ അദസ് പയർ, 3 ചേർത്ത് കൊടുക്കുക. ഫുൽഫുൽ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദിഹി ഹദിയത്തുൻ, ഇതെൻ്റെ സമ്മാനമാണ്. ലിൽ മഅ്ദുബത്തി, സദ്യക്കുള്ള സമ്മാനമാണ് എന്ന് പറയുകയാണ്. നാദിറുൽ മദ്രസ റിപ്ലൈ കൊടുക്കുകയാണ് ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. അപ്പോൾ വാലിദ് ഉപ്പ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആമീൻ ശുക്രൻ എന്നവിടെ കൊടുക്കുക. നാദിറുൽ മദ്രസ ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വൻ, വെൽക്കം എന്നവിടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കോൺവെർസേഷന് വരുന്നതാണ്. നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കണം. ഇനി 3ാമത്തെ പ്രവർത്തനം നമുക്ക് എന്താണെന്ന് നോക്കാം.
ഉക്തുബ് അൽ ബയാൻ, നീ വിവരണം എഴുതണം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് നോക്കൂ. വെജിറ്റബിളിൻ്റെ ചിത്രം കാണാം. ഇവിടെ പച്ചക്കറി കൊടുത്തത് വെണ്ടയാണ്. ഈ വെണ്ട ബാമിയയെ വിശേഷിപ്പിച്ച് ഇവിടെ ഏതാനും സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു വിവരണം. അതുപോലെ നിങ്ങൾ ബാക്കി താഴെ കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും വിശേഷണം ഇതുപോലെ ബയാൻ ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. മോഡൽ നോക്കൂ. ലൗനി അഹ്ലർ, എൻ്റെ കളറ് ഗ്രീനാണ്, പച്ചയാണ്. ജിസ്മി, എൻ്റെ ശരീരം. തൊവീലുൻ, നീളമുള്ളതാണ്. വനഹീലുൻ, മെലിഞ്ഞതുമാണ്. അന ഒനിയത്തുൻ, ഞാൻ സമ്പുഷ്ടമാണ്. ബിൽഫിതാമീനാത്ത്, വൈറ്റമിനുകളാൽ. യസ്തഹ്ദിമുനി, എന്നെ ഉപയോഗിക്കുന്നു. അന്നാസു, ജനങ്ങൾ. ദാഇമൻ, എല്ലാ ഇപ്പോഴും. ഫിൽ ഇദാമി, കറിയിൽ എന്നെ ഉപയോഗിക്കുന്നു. അന മിനൽ ഖൽറാവാത്തി, ഞാൻ വെജിറ്റബിൾസിൽ പെട്ടതാണ്. അതുപോലെ നിങ്ങൾ എഴുതേണ്ടത് തുഫാഹത്തിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിനെ കുറിച്ചും ഇതേപോലെ എഴുതണം. ലൗനി, എൻ്റെ കളർ. ഏതാണ് കളറ്? അഹ്മറുൻ, റെഡാണ്. ജിസ്മി, എൻ്റെ ശരീരം. എങ്ങനെയാണ്? ദാഇറത്തുൻ. അന ഒനിയത്തും ബിൽ ഫിതാമീനാത്ത്. യസ്തഹ്ദുമിനിന്നാസു, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ഫിത്തൊആമി, ഭക്ഷണത്തിൽ. അന മിനൽ ഫവാക്കിഹി, ഞാൻ ഫ്രൂട്ട്സിൽ പെട്ടതാണ്. അതേപോലെ ബിത്തിയഹുൻ, തണ്ണിമത്തയെ കുറിച്ച് എഴുതണം. ലൗനി, എൻ്റെ കളർ. അഹ്ലറുൻ, പച്ചയാണ്. ജിസ്മി, എൻ്റെ ശരീരം. ദാഇറത്തുൻ. അന ഒനിയത്തും ബിൽ ഫിതാമീനാത്ത്, വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. യസ്തഹ്ദിമിനി, എന്നെ ഉപയോഗിക്കുന്നു. ഫിത്തൊആമി, ഭക്ഷണത്തിൽ. അനമിനൽ ഫവാക്കിഹി, ഫ്രൂട്ട്സുകളിൽ പെട്ടവനാണ് ഞാൻ. അതേപോലെ വെജിറ്റബിൾസ് 2 കൊടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ എഴുതണം. ലൗനി, എൻ്റെ കളർ. അഹ്മറുൻ, റെഡാണ്. ജിസ്മി, എൻ്റെ ശരീരം. ദാഇറത്തുൻ, വൃത്താകൃതിയിലാണ്. അനോനിയത്തുൻ ബിൽ ഫിതാമിനാത്ത്. യസ്തഹ്ദിമുനിന്നാസു, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ഫിൽ ഇദാമി, കറിയിൽ. അന മിനൽ ഖൽറാവാത്തി, വെജിറ്റബിൾസിൽ പെട്ടവനാണ് ഞാൻ. അതേപോലെ മുരിങ്ങയെ കുറിച്ച് എഴുതണം. ലൗനി, എൻ്റെ കളർ. അഹ്ലറുൻ, പച്ചയാണ്. ജിസ്മി, എൻ്റെ ശരീരം. തൊവീലുൻ, നീളമുള്ളതാണ്. അനോനിയത്തുൻ ബിൽ ഫിതാമീനാത്ത്, വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. യസ്തഹ്ദുമിനിന്നാസു ദാഇമൻ, ജനങ്ങൾ എന്നെ എപ്പോഴും ഉപയോഗിക്കുന്നു. ഫിൽ ഇദാമി, കറിയിൽ ഉപയോഗിക്കുന്നു. അന മിനൽ ഖൽറാവാത്തി, വെജിറ്റബിൾസിൽ പെട്ടവനാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ എഴുതണം. ഇതുപോലെ മറ്റുള്ള വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇതുപോലെയുള്ള മോഡൽ എക്സാമിന് വരുന്നതാണ്. നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം. അൽ ബയാനാത്തു ശഖ്സിയ, ബയോഡാറ്റ. നെക്റഉ, നമുക്ക് വായിക്കാം. തർജുമത്തുൽ ഹയാത്ത്. നെക്റഉ, നമുക്ക് വായിക്കാം. തർജുമത്തുൽ ഹയാത്ത്, ജീവചരിത്രം. വനുകെമ്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. അൽ ബയാനാത്തു ശഖ്സിയ, ബയോഡാറ്റയെ. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. വുലിദ അസ്സയ്യിദു അലി ഇബ്നു അബി ത്വാലിബ് ബി മക്കത്തിൽ മുകറം ഫി 17 മാരിസ് 599 മീലാദിയ. വാലിദുഹു അബു ത്വാലിബ് വ ഉമ്മുഹു ഫാത്തിമ ബിൻത് അസദ്. ഹുവ റാബിഉൽ ഖുലഫാ ഉർ റാഷിദീൻ. വതസവ്വജ ബി ഫാത്തിമ ബിൻത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിൻതു നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലുക്കിബ അലിയു ബിഹൈദറ ലികൗനിഹി ശുജാഅൻ. തവല്ലൽ ഖിലാഫത ഫി 35 ഹിജ്രിയ. وبقي في هذا المنصب لمدة 5 سنوات. قتل علي بن أبي طالب في 40 ഹിജ്രിയ ഫിൽ മസ്ജിദി ബിൽ കൂഫ. അർത്ഥം നോക്കാം. വുലിദ അസ്സയ്യിദു അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് മക്കയിലാണ്.
ക്രിസ്താബ്ദം 599 മാർച്ച് 17 മക്കയിൽ ജനിച്ചു. വാലിദുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് അബൂ ത്വാലിബ് എന്നാണ്. വ ഉമ്മുഹു ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദ്, അസദിൻ്റെ മകൾ ഫാത്തിമയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ. ഹുവ റാബി ഉൽ ഖുലഫ ഇർ-റാഷിദീൻ, അദ്ദേഹം ഖലീഫമാരിൽ 4ാമത്തെ ആളാണ്. വതസവ്വജ, അദ്ദേഹം വിവാഹം കഴിച്ചത് ബിഫാത്തിമത്തി ബിൻത്ത് നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. ലുക്കിബ അലി അലി റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേര് ബിഹൈദർ, ഹൈദർ എന്നാണ്. ലികൗനിഹി ശുജാഅൻ, അദ്ദേഹത്തിൻ്റെ ശുജാ ധീരത കാരണം താൽ അദ്ദേഹത്തിന് ധീരത ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഹൈദർ എന്ന ലഖബ് ലഭിച്ചു. തവല്ലൽ ഖിലാഫത്ത്, ഭരണം, തവല്ലൽ ഖിലാഫത്ത്, ഭരണം അദ്ദേഹം ഏറ്റെടുത്തത് ഹിജ്റ 35 വബക്കിയ ഫി ഹാദൽ മൻസബി ലിമുദ്ദത്തി 5 സനവാത്തിൻ, 5 വർഷം അദ്ദേഹം ഈ പദവിയിൽ അവശേഷിച്ചു. ഖുത്തില അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫി 40 ഹിജ്റ ഫി മസ്ജിദി ബിൽ കൂഫ, കൂഫയിലെ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഹിജ്റ 40 അലി റളിയല്ലാഹു കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഫില്ല് ചെയ്യണം. ഇസ്മുൽ കാമിൽ എന്ന സ്ഥലത്ത് അലി ഇബ്നു അബി ത്വാലിബ് എന്ന് എഴുതുക. ഇസ്മുൽ വാലിദത്ത്, ഉമ്മയുടെ പേരാണ് എഴുതാനുള്ളത്. ഫാത്തിമ ബിൻത്ത് അസദ്. ഇസ്മു സൗജത്ത്, ഭാര്യയുടെ പേര് ഫാത്തിമ ബിൻത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് 559 മാർച്ച് 17. മക്കാനുൽ വിലാദ, ജനിച്ച സ്ഥലം മക്ക. ലഖബ്, സ്ഥാനപ്പേര് അലി ഹൈദർ. മൻസബ്, അദ്ദേഹത്തിൻ്റെ പദവി, അദ്ദേഹം റാബി ഓ ഖുലഫ ഇർ-റാഷിദീൻ, ഖലീഫമാരിൽ 4ാമത്തെ ആളാണ്. മുദ്ദത്തുൽ ഖിലാഫ, ഭരണത്തിൻ്റെ കാലയളവ്, എത്ര വർഷം ഭരണം നടത്തി? 5 സനവാത്തിൻ, 5 വർഷം. ആമുൽ വഫാത്ത്, മരിച്ച വർഷം ഹിജ്റ 40. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം കൂഫ. ഇനി നമുക്ക് 5ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കെമ്മിൽ ബിൽ കെലിമാത്തിൽ മുനാസിബ, യോജിച്ചിട്ടുള്ള കെലിമാത്ത്, വേർഡുകൾ, പദങ്ങൾ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നോക്കൂ, അത്തുറാബു, മണ്ണ്. ആദിഹിൽ കെലിമത്തു, ഈ പദം, ഈ വാക്ക് ഡാഷ് അൽ കമരിയയാണോ അശംസിയയാണോ? കമരിയ ശംസിയ നിങ്ങൾ പഠിച്ചതാണ്. 14 ലെറ്റേഴ്സ് കമരിയയിലും പെടുന്നുണ്ട്, 14 ലെറ്റേഴ്സ് ശംസിയയിലും പെടുന്നുണ്ട്. ഇവിടെ അത്തുറാബു എന്നാണ് പറയുന്നത്. അവിടെ ലാമ് സൈലൻ്റ് ആണ്, ലാമുച്ചരിക്കുന്നില്ല. ലാമുച്ചരിക്കാത്തവ ശംസിയയിലാണ് പെടുന്നത്. അശംസു, ഷംസ് എന്ന വേർഡിൽ അല്ല് ചേർന്നപ്പോൾ നോക്കൂ, അശംസു എന്നാണ് പറയുന്നത്. അലിഫ്, അവിടെ അലിഫ് ഉച്ചരിക്കുന്നുണ്ട്, ലാം അവിടെ സൈലൻ്റ് ആണ്. അതേപോലെ അൽ തുറാബു എന്ന് പറയില്ല, അത്തുറാബു, ലാമ് ഉച്ചരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശംസിയായ പെട്ടതാണ്, ശംസിയായ ലെറ്ററിൽ പെട്ടതാണ് താ. അതുപോലെ ബാക്കിയുള്ള ലെറ്റേഴ്സും നിങ്ങൾ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജാഅ, വന്നു, ഡാഷ് അത്താജിരി, അത്താജിറു. ഇവിടെ ജാഅ എന്നത് ഫിയോയിലാണ്. ഫിയോയിൽ കഴിഞ്ഞാൽ ഫായിലാണ്. ആരാണോ പ്രവർത്തി ചെയ്തത് അയാളാണ് വരേണ്ടത്. അവിടെ താജിറു എന്നാണ് വരിക, താജിരി എന്ന് വരില്ല. കാരണം ഫായിൽ, സബ്ജക്റ്റായിട്ടുള്ള വേർഡിന് എപ്പോഴും ലൊമ്മായിരിക്കും, റഫ് ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഖംസത്തു,
ഹംസ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഹംസത്തു അഖ്ലാമുൻ അഖ്ലാമിൻ. 5 3 മുതൽ 10 വരെ ജം ബഹുവചനമായിരിക്കണം. അതുപോലെ തന്നെ ജറുമായിരിക്കണം, ഓപ്പോസിറ്റും ആവണം. ഇവിടെ കലമിൻ്റെ ജം അഖ്ലാമാണ് രണ്ടും വന്നത്. പക്ഷേ അതിൻ്റെ ഇറാബ് ലൊമ്മല്ല വരേണ്ടത്, ജറാണ് വരേണ്ടത്. അഖ്ലാമിൻ എന്നാണ് അവിടെ ശരിയായത്. ഹംസത്തു അഖ്ലാമിൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഹക്കായിബിൻ. ബാഗുകൾ 8 എണ്ണമാണ്. ഹക്കീബത്തിൻ്റെ ജം ആണ് ഹക്കായിബ്. ഹക്കീബത്ത് എന്ന വേർഡ് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അദദായിട്ട് വരേണ്ടത് പുല്ലിംഗമായിരിക്കണം. രണ്ടും ഓപ്പോസിറ്റായിട്ടാണ് വരേണ്ടത്, ഒരേപോലെ വരാൻ പാടില്ല. സമാനു ഹക്കായിബിൻ എന്നാണ് വരിക, സമാനിയത്ത് വരില്ല. കാരണം രണ്ടും മുഅന്നസായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നിയമങ്ങൾ പ്രത്യേകം പഠിച്ച് വെക്കണം, എക്സാമിന് വരുന്നതാണ്. 10 വരെയുള്ള നിയമങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം. അതുപോലെ തന്നെ 20 വരെയുള്ള നമ്പേഴ്സ് അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിത്തത്ത അഷറ 16 അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതും എഴുതണം. 17 സബഅത്ത അഷറ, 18 സമാനിയത്ത അഷറ, 19 തിസ്അത്ത അഷറ, 20 എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കൂ. ജംഉം മുഫ്രദുമാണ് കൊടുത്തിരിക്കുന്നത്. ബദ്റുൻ ബദ്ർ വിത്ത്, ജംഉ ബുദൂറുൻ വിത്തുകൾ. ഷത്ലത്തുൻ ചെടി, ജംഉ ഷത്ലാത്തുൻ ചെടികൾ. അസ്മിദത്തുൻ എന്ന് പറഞ്ഞാൽ വളങ്ങൾ, അതിൻ്റെ ഏകവചന രൂപം സമാദുൻ വളം, അതിൻ്റെ ബഹുവചനമാണ് അസ്മിദത്ത്. നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന മുഫ്രദും ജംഉകളും പഠിച്ചു പോവണം. 6ാമത്തെ പ്രവർത്തനം നോക്കാം. അൽ മൻലൂം, ഒരു പോയമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള പോയവും നിങ്ങൾ ഫില്ല് ചെയ്യണം, വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. ഹയ്യ വരൂ, നുകെമ്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. അൽ മൻലൂമ, ആ കൊടുത്തിരിക്കുന്ന പോയത്തിൽ വിട്ട ഭാഗം ഫില്ല് ചെയ്യാം. ഉൻലുർ ഉൻലുർ സിൻജാബി, എൻ്റെ അണ്ണാനിലേക്കൊന്ന് നോക്കൂ. ഉൻലുർ നീ നോക്ക്, ഉൻലുർ എന്ന് പറഞ്ഞാൽ നീ നോക്കൂ എന്നാണ്. ഉൻലുർ ഉൻലുർ സിൻജാബി ഫൗക്കൽ ഉസ്നി, കൊമ്പിൻ്റെ മുകളിലാണ് സിൻജാബി എൻ്റെ അണ്ണാനുള്ളത്. യഅ്കുലു, അത് തിന്നുന്നു. ഫനസൻ, ചക്കയാണ് സിൻജാബി എൻ്റെ സിൻജാബ് തിന്നുന്നത്. യൽഅബു ദൗമൻ, എപ്പോഴും കളിക്കുന്നുണ്ട് സിൻജാബി എൻ്റെ സിൻജാബ്. അതേപോലെ അർണബിനെയും അതുപോലെ കിത്തിനെയും ലക്കിനെയും നിങ്ങൾ എഴുതണം, വിട്ട ഭാഗം ഫില്ല് ചെയ്യണം. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. അർണബാവുമ്പോൾ ഉൻലുർ ഉൻലുർ അർണബി, എൻ്റെ അർണബിലേക്കൊന്നു നീ നോക്കൂ. തഹ്തശ്ശജരി, മരത്തിൻ്റെ താഴെയാണ് അർണബി എൻ്റെ അർണബ് ഉള്ളത്, മുയലുള്ളത്. യഅ്കുലു, അത് കഴിക്കുന്നത്. ജസറൻ, ക്യാരറ്റാണ് അർണബി എൻ്റെ അർണബ് കഴിക്കുന്നത്. യദ്ഖുലു, പ്രവേശിക്കുന്നു. ജുഹ്റൻ, മാളത്തിൽ. അർണബി എൻ്റെ മുയൽ പ്രവേശിക്കുന്നത് മാളത്തിലാകുന്നു. അതുപോലെ കിത്തിനെ വെക്കണം. ഉൻലുർ ഉൻലുർ കിത്തൊത്തി, എൻ്റെ പൂച്ചയിലേക്ക് നിങ്ങൾ നോക്കൂ. ഇന്ദൽ ഉമ്മി, ഉമ്മയുടെ അടുക്കലാണ് കിത്തൊത്തി എൻ്റെ പൂച്ചയുള്ളത്. തഅ്കുലു, അത് തിന്നുന്നുണ്ട്. ഫഅറൻ, എലിയെ. കിത്തൊത്തി എൻ്റെ പൂച്ച എലിയെ തിന്നുന്നു. യമൂഉ യൗമൻ കിത്തൊത്തി, എൻ്റെ പൂച്ച ദിവസവും മ്യൗ എന്ന് പറയുന്നു. ഉൻലുർ ഉൻലുർ ലക്കി, എൻ്റെ ലക്ക് എൻ്റെ കൊക്കിലേക്ക് നിങ്ങൾ നോക്കൂ. വസ്തൽ ഹക്ലി ലക്കി, എൻ്റെ ലക്ക് ഹക്ല് പാടത്തിൻ്റെ മധ്യത്തിലാണ് ഉള്ളത്. യഅ്കുലു സമക്കൻ ലക്കി, എൻ്റെ ലക്ക് സമക്ക് ഫിഷാണ് തിന്നുന്നത്. യതീറു ഫൗറൻ ലക്കി, എൻ്റെ ലക്ക് പെട്ടെന്ന് പറന്നു പോകുന്നു. ഇതുപോലെ നിങ്ങൾ കവിത ഉണ്ടാക്കി നോക്കണം, എക്സാമിന് വരുന്നതാണ്.
എക്സാമിന് നന്നായി പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.